തീർച്ചയായിട്ടും സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ 2008 നമ്മൾ ആശാപ്രവർത്തകരായി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് നമുക്ക് വേതനങ്ങളൊന്നും തന്നെയില്ല. പിന്നീട് വി.എസ്. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കാലത്താണ് നമുക്ക് നിശ്ചിതമായിട്ടുള്ളൊരു 300 രൂപ ഓണറേറിയം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 100 രൂപ വീതം കൂട്ടി 5 വർഷം കൊണ്ട് വെറും 1000 രൂപയിലേക്ക് എത്തിയാണ് ആ ഗവൺമെൻറ് പോകുന്നത്. തീർച്ചയായിട്ടും പിന്നീട് വന്ന LDF ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് ആശമാരെ ശരിക്കും ചേർത്ത് നിർത്തിയിട്ടുള്ളത്. 1000 രൂപയിൽ നിന്നും 7000 രൂപയിലേക്ക് ഈ വർഷത്തിനോടകം വർദ്ധിപ്പിച്ചു ഞങ്ങളുടെ ഓണറേറിയം. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇൻസെൻറ്റീവ് വർക്കുകളെന്ന് പറയുന്നത് അത് കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് അത് മാറ്റി ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ളൊരു വേതനം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കും, ഈ കൂലി മതിയോ, ഈ ഒരു സംരക്ഷണം മതിയോ? പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ 10 ലക്ഷത്തോളം വരുന്ന ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കണം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് പൾസ് പോളിയോ അടക്കം, ഇന്ദ്രധനുഷ് അടക്കം, നിരവധി ശൈലി അടക്കം നിരവധിയായ വർക്കുകൾ ആശമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് 10 ലക്ഷം ആശമാരുണ്ട്. അവരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന ഡിമാൻഡ് ഉയർത്തിക്കൊണ്ട് 2009 മുതൽ പാർലമെൻറ്റ് മുമ്പിൽ നമ്മൾ സമരത്തിലാണ്. ഇപ്പോഴും സമരത്തിൽ തന്നെയാണ്. ആ മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് കേരളത്തിലെ ആശമാർക്കാണ്. അത് നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ പറയാം. LDF ഗവൺമെൻറ്റാണ് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 8ാം ക്ലാസ് പാസ്സാകാത്ത, അല്ലെങ്കിൽ പാസ്സായി അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകാത്ത ആശമാരെ, അതുപോലെ +2 പാസ്സാകാത്ത ആശമാരെ, ഇവരെല്ലാം കണ്ടെത്തിക്കൊണ്ട് ഗവൺമെൻറ് തന്നെ ഈ പരീക്ഷകൾ എഴുതി പാസ്സാക്കുകയും കമ്പ്യൂട്ടറിൻ്റെ ആദ്യ പാഠം പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ എത്രത്തോളം നമ്മളെ ചേർത്ത് നിർത്താമോ ആ രീതിയിലൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇനിയും വർദ്ധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആശമാരെന്നുള്ള രീതിയിലേക്കാണ് അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ. പക്ഷേ ഇന്ത്യയിൽ 1 കോടിയോളം വരുന്ന സ്കീം വർക്കർമാരുണ്ട്. ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ കൂടെയുള്ള ആശമാരുണ്ട്, അംഗൻവാടിക്കാരുണ്ട്, സ്കൂൾ പാചകക്കാർ ഉൾപ്പെടെ 1 കോടിയോളം വരുന്ന സ്കീം വർക്കർമാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു. ഇവരെല്ലാം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് ഇപ്പം നടത്തുന്ന SUCയുടെ സമരനാടകം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കുക, അവർ ഉന്നയിക്കുന്നില്ല. ശരിക്കും കേരളത്തിലെ ഗവൺമെൻറ് ഓണറേറിയം വർദ്ധിപ്പിക്കണം. ഞങ്ങൾക്ക് ഇൻസെൻറ്റീവും വേണ്ടെന്നാണ് അവർ പറയുന്നത്. ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ 60:40 വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും മിണ്ടുന്നില്ല. ഓണറേറിയം മാത്രം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. ആ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് SUC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന, അതായത് ആശാ വർക്കറുടെ സ്കീമിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് 10,000 മുതൽ 13,500 രൂപ വരെ പ്രതിഫലം കിട്ടുമെന്നാണ് ആരോഗ്യവകുപ്പ് കൊണ്ടുവന്നത്. ശരിയാണ്? തീർച്ചയായിട്ടും. ഒരുപക്ഷെ നമ്പറിൽ കുറച്ച് ആളുകൾക്ക് അതിന് മുകളിലേക്കും കിട്ടും. എല്ലാവർക്കും അല്ല, നമ്പർ തീരെ കുറവായിരിക്കാം. അത് ഒരുപക്ഷെ ഒരു വാർഡിൽ ഉള്ള പോപ്പുലേഷൻ്റെയും ഗർഭിണികളുടെയും കുട്ടികളുടെയൊക്കെ ഒരു കണക്കിൻ്റെ ബേസിലാണ് തുക മുന്നിലേക്ക് പോകുന്നത്. അത് വെച്ചിട്ട് ഈ 13-ന് മുകളിലേക്ക് പോകുന്നവരുമുണ്ട്. നമുക്ക് ആരോട് വോട്ട് ചോദിക്കാം, പക്ഷേ തോൽപ്പിക്കണമെന്ന് പറയാനുള്ള അവകാശം ആർക്കും ഇല്ല. അപ്പോൾ അവരാരെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്? LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം, എന്നാൽ ആരെ ജയിപ്പിക്കണം? രാഷ്ട്രീയവും ഇല്ല, ജനവികാരമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം ഇല്ലാതെ ആശമാരെ ചേർത്ത് നിർത്താൻ വേണ്ടി, അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയുള്ള സമരമാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പം LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം, പിന്നെ ആരെ ജയിപ്പിക്കണം, അതുകൂടെ ഒന്ന് വ്യക്തമാക്കി ഇവർ മുന്നോട്ട് പ്രചരണം നടത്തണം. 1800 രൂപ കേരള സർക്കാരാണ് തരുന്നത്. ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്നത് കേരള സർക്കാർ ഇൻസെൻറ്റീവിൽ, ബാക്കി തരുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ തരുന്നില്ല എന്ന് മാത്രമല്ല, മുഴുവൻ ചുമതലയും കേരള സർക്കാരിൻ്റെ തലയിലേക്ക് ഇട്ടുകൊണ്ട് എന്നിട്ട് അവരെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാക്കി നിർത്തുക. എന്നിട്ട് ഇങ്ങനെയുള്ള വികാരങ്ങൾ ആശാ വർക്കർമാരിലേക്ക് കുത്തിയിറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇതുവരെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഞങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു വിഭാഗമാണ് SUCI എന്ന് പറയുന്നത്. ചുമരുകളിലൊക്കെ ഇങ്ങനെ എഴുതി കാണാം. ആ ഒരു വിഭാഗം വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ആശാ വർക്കർമാരെ സംരക്ഷിക്കാനാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ആദ്യം അവർ പറഞ്ഞ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ആ സമരത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. എന്നാൽ അവിടെ വന്ന നേതാക്കന്മാരൊക്കെ ആരാണ്? ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDFും BJPയാണ്. തീർച്ചയായും CITUവിൻ്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാരാണ് നിലമ്പൂരിൽ എത്തിച്ചേർന്നത്. അവരെന്തുകൊണ്ടാണ് നിലമ്പൂരിൽ വരേണ്ടി വന്നത് എന്ന കാര്യം, എന്തുകൊണ്ട് ആശാ വർക്കർമാരുടെ വിഷയം നിലമ്പൂരിൽ കൂടുതൽ ചർച്ചയാക്കി എന്ന കാര്യം അവർ തന്നെ പറയുന്നുണ്ട്. അതിനൊരു രാഷ്ട്രീയ തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം ഈ SUCIയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ നിലമ്പൂരിൽ എത്തിച്ചേർന്നു. അവർ വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്. അതിൻ്റെ പൊള്ളത്തരമാണ് CITUവിൻ്റെ നേതൃത്വത്തിലുള്ള ആശാപ്രവർത്തകർ ഇപ്പോൾ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്.